റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ സഹോദരങ്ങളെ, എന്തൊരു തിന്മകൾ സംഭവിച്ചാലും ധാരാളം നന്മകൾ കൊണ്ട് സദക്കകൾ വർദ്ധിപ്പിക്കുക, ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. ഇവിടെ ഉലമാക്കൾ പറഞ്ഞു, ഈ സയ്യിഅത്ത് രണ്ട് നിലക്ക് സംഭവിക്കാം. ഒന്ന്, അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം ചെയ്തു പോവുക, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയ ഒരു കാര്യം വിട്ടുപോവുക. രണ്ടിനും സൽക്കർമ്മങ്ങളുടെ വർധനവ് സഹായിക്കും. ഉദാഹരണത്തിന് ഉലമാക്കൾ പറഞ്ഞു, ഒരാൾക്ക് റമളാനിൽ അതിൻ്റെ ഗൗരവമില്ലാതെ ധാരാളം നോമ്പ് നഷ്ടപ്പെടുത്തിയവരുണ്ടാകാം. അതേപോലെ തന്നെ ധാരാളം നമസ്കാരം നഷ്ടപ്പെടുത്തിയവരുണ്ടാകാം. മനഃപൂർവ്വം തന്നെ അവരെന്താണ് ചെയ്യേണ്ടത്? ഖളാ വീട്ടുകയാണോ വേണ്ടത്? ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെ ഖളാഇന് പ്രസക്തിയില്ല, അവരുടെ സമയം കഴിഞ്ഞുപോയി, അവർ തൗബ ചെയ്യട്ടെ. പിന്നീട് ഈ പറയപ്പെട്ട ഏത് ഇബാദത്തുകളിലായിരുന്നോ വീഴ്ച സംഭവിച്ചത്, അത്തരം ഇബാദത്തുകളെ പ്രത്യേകം പരിഗണിച്ച് ധാരാളമായി അതിൽ വർധനവുണ്ടാക്കുക. അതേപോലെ തന്നെ ഹജ്ജും ഉംറയും ധാരാളമായി വർദ്ധിപ്പിക്കുക. അതേപോലെ തന്നെ സദക്കകൾ വർദ്ധിപ്പിക്കുക, കുടുംബബന്ധം ചേർക്കൽ വർദ്ധിപ്പിക്കുക, ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക. അങ്ങനെ നല്ല നല്ല കർമ്മങ്ങളിൽ മുന്നേറിയാൽ അള്ളാഹു നമ്മുടെ തിന്മകളെയെല്ലാം മായ്ച്ചു കളയുന്നതാണ്.